ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്ന് നമ്മൾ നോക്കുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസ് എന്താണ് എന്നാണ്. ഓക്കെ, അക്കൗണ്ടിങ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ടു മേക്ക് ദ ലാംഗ്വേജ് കൺവേ ദ സെയിം മീനിങ് ടു ഓൾ പീപ്പിൾ, അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ് ഹാവ് ഡെവലപ്ഡ് സെർട്ടൻ റൂൾസ്, procedures and conventions which generally referred to as generally accepted accounting principles. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മീനിങ് എത്താൻ വേണ്ടി, ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിലുള്ള എല്ലാ അക്കൗണ്ടൻസും കൂടി ചേർന്ന് ഇതിന് കുറച്ച് റൂൾസ്, പ്രൊസീജിയേഴ്സ്, കൺവെൻഷൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിങ് റൂൾസ്, പ്രൊസീജിയേഴ്സ്, കൺവെൻഷൻസ് ഇതിന് എല്ലാം കൂടി പറയുന്ന ടേമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി എന്താണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. AICPA defined the term principles as a guide to action, a settled ground or basis of conduct or practice. ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്, പ്രവർത്തിക്കാൻ സമയത്ത് അതിനെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് എൻ ആർട്ട്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസോ പ്യുവർ ആർട്ടല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ആൻഡ് സം അക്കൗണ്ടൻസ് പ്രിഫർ ടു യൂസ് ദ ടേം സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ വേർഡ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ് കൂടുതൽ അക്കൗണ്ടൻസും പറയുന്നത്. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായി. ഒന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, രണ്ട് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഇനി അക്കൗണ്ടിങ് കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, ഇറ്റ് മേ ബി കൺസിഡേർഡ് ആസ് എ ബേസിക് അസംഷൻ or conditions upon which the science of accounting is based. There is no authoritative list of these concepts, but most of the concepts have fairly general support. Accounting concept എന്ന് പറയുന്നത് ബേസിക് അസംഷൻസ് ഓർ കണ്ടീഷൻസ്. ഇന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന അസംഷൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ മുകളിലാണ് ഈ അക്കൗണ്ടിങ് തിയറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരം അസംഷൻസിനെയാണ് നമ്മളിവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ദർ ഈസ് നോ അതോറിറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദീസ് കൺസെപ്റ്റ്, ഇത്ര മാത്രമാണ് കൺസെപ്റ്റ്, ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അവൈലബിൾ അല്ല. എങ്കിലും പൊതുവായി ആൾക്കാർ ഇന്നതാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, സമ്മതിച്ചിരിക്കുന്ന കുറച്ച് അസംഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നതിൽ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത പേജിലായിട്ട് പറയാം. ഇപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ദ ടേം കൺവെൻഷൻ denotes circumstances or traditions which guide the accountants while preparing the accounting statement. നേരത്തെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കപ്പെടുന്നത് എങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അനുവർത്തിക്കുന്ന കുറച്ച് ട്രഡീഷൻസും സർക്കംസ്റ്റാൻസസിനെയൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ പറയുന്നത്. ദെൻ കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. പലപ്പോഴും കൺവെൻഷൻസും കൺസെപ്റ്റ്സിനെയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത്, അതായത് മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇത്ര തന്നെയാണ് കൺസെപ്റ്റ്, ഇത് തന്നെയാണ് കൺവെൻഷൻ, അങ്ങനെ ഒരു ലിസ്റ്റ് അല്ല ഉള്ളത്. രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒരു വലിയ ലിസ്റ്റാണ്. എങ്കിലും അവിടെ അക്കൗണ്ടൻസ് ഇതൊക്കെ കൺസെപ്റ്റ്സ് ആണെന്നും ബേസിക് കൺസെപ്റ്റ്സ് ആണെന്നും എന്നെ പറയുന്നതൊക്കെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് എന്നും ഒരു ജനറലി ഒരു കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. The basic difference between them is that concepts are concerned with the maintenance of accounts. Accounts മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് കൺസെപ്റ്റ്. അതേസമയം whereas conventions are applicable while preparing financial statements. കൺവെൻഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന, അതായത് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന, അതായത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തുടങ്ങി
നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ജനറലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ്. അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് ഈ പറയുന്ന 10. അതായത് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, അക്കൗണ്ടിങ് പീരിയഡ്, മാച്ചിങ്, റിയലൈസേഷൻ, ഒബ്ജക്റ്റീവ് എവിഡൻസ്, അക്രൂവൽ. ഇത്രയും കാര്യങ്ങളെയാണ് കൂടുതൽ ആൾക്കാരും അക്കൗണ്ടിങ് കൺസെപ്റ്റുകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അതേസമയം അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്, മെറ്റീരിയാലിറ്റി. ഇനി ഈ പറയുന്ന ചിലത് ഈ കൺവെൻഷൻസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം ചില ബുക്കുകളിലൊക്കെ കൺസെപ്റ്റിലും അതേപോലെ കൺസെപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ കൺവെൻഷൻസിലും കാണാം. അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ഇത് മൊത്തത്തിലും ചില ബുക്കുകളിൽ കാണാം. കാരണം ഇതൊരു പ്യുവർ സയൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ ഡീമാർക്കേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി അവൈലബിൾ അല്ല. എങ്കിലും പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 14. ഓക്കെ.